അമേരിക്കൻ ഉപരോധം പരിഗണിക്കേണ്ടതില്ലെന്ന് ചൈനീസ് കമ്പനിയോട് സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ ഏകദേശം 16ഓളം പെട്രോൾ കെമിക്കൽ കമ്പനികൾക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ മേഖലയിൽ എത്തുന്ന സമയത്താണ് അത് ശുദ്ധീകരിച്ചുകൊണ്ട് എണ്ണയാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ചൈനീസ് കമ്പനി ചെയ്യുന്നത്. തൊട്ടടുത്ത മാസത്താണ്, അതായത് കഴിഞ്ഞ മാസത്തിലാണ് 5 കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും അവരുടെ വിദേശ രാജ്യങ്ങളിലുള്ള പണം മരവിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. ഇതിനെതിരെ ക്രൂശമായ രീതിയിലാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം അമേരിക്കയുടെ ഉപരോധം പരിഗണിക്കേണ്ടതില്ല, നിങ്ങൾക്ക് പെട്രോളിയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ അനുമതി നൽകുന്നു, അതായത് ചൈന അനുമതി നൽകുന്നു. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഇറാനിൽ നിന്ന് ഹോർമുസ് വഴി ചൈനയിലേക്ക് വരുന്ന കപ്പലിന് ചൈനീസ് സർക്കാർ പിന്തുണ നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്ന് വെച്ചാൽ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഥവാ സൈനികമായിരിക്കുന്ന കപ്പലുകൾ ഇവർക്ക് പിന്തുണ നൽകുമ്പോൾ, അതായത് എണ്ണക്കപ്പലുകൾക്ക് പിന്തുണ നൽകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളോ പ്രഷറോ ഉണ്ടാവുകയാണെങ്കിൽ ചൈനീസ് സൈന്യം അത് നേരിടുകയും അത് രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കുകയും ചെയ്യും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കൈയാണ് അവരിപ്പോൾ പ്രയോഗിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെനിസ്വേല കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പെട്രോളിയം ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനിൻ്റെ പെട്രോളിയം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ നിൽക്കുക എന്ന് ചോദിച്ചാൽ, ഒന്ന് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി, രണ്ടാമത്തേത് ഭരണമാറ്റം ഉണ്ടാവും എന്ന സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെ ഈ 2 കാരണത്താലും തങ്ങൾക്ക് പെട്രോളിയം കിട്ടാതാവും. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ രീതിയിലാണ് വെനിസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭരണമാറ്റം നടത്തുകയും അതോടൊപ്പം തന്നെ അവിടെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയന്ത്രണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിലുള്ള ഒരു പ്രത്യേക സംഘം ഏറ്റെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോൾ എത്രത്തോളം ഉണ്ടാക്കണം, എങ്ങനെ വിൽപ്പന നടത്തണം, ആർക്ക് വിൽപ്പന നടത്തണം, എങ്ങനെ പണം സ്വരൂപിക്കണം എന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയാണ്. ഈ സാഹചര്യം ഇറാനിലേക്ക് കൂടി എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള ആഘാതം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും. അഥവാ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചലിക്കണമെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം കൂടിയാണ് ചൈന. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ചൈനക്കാണ്. അപ്പോൾ അത്രയും ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടി നടന്നിട്ടില്ലെങ്കിൽ അവരുടെ സർവ്വ മേഖലയെ അത് ബാധിക്കും. പൊതുമേഖല, സ്വകാര്യ മേഖല, അതല്ലാത്ത മേഖല, സർവ്വ മേഖലയും ബാധിക്കുകയും അത് നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് എത്തുകയും ചെയ്യും. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരമൊരു നിലപാട് ചൈനയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതോടുകൂടി പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉന്നത സൈനിക മേധാവികളും. ഏത് തരത്തിലാണ് ഇതിന് പ്രതികരണം നൽകേണ്ടത് എന്ന് കൃത്യമായ രീതിയിൽ അവർക്കിപ്പോഴും അറിയുന്നില്ല, കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ആക്രമണ രീതി ഇറാൻ ആരംഭിച്ച റിപ്പോർട്ട് പുറത്തു വന്നു. അൽ ജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മേഖലയിൽ പ്രാധാന്യമുള്ള പത്രങ്ങളും ചാനലുകളും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഡോൾഫിൻ ബോംബ് നിർമ്മിക്കുന്ന ഒരു സംവിധാനമെന്ന്, അതായത് ഡോൾഫിൻ എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ പള്ളക്കടിയിൽ ബോംബ് സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട മേഖലയിലൂടെ, അതായത് ഹോർമുസിൻ്റെ മേഖലയിലൂടെ സഞ്ചരിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ നടത്തുകയും അത്തരം 100-ലധികം ഡോൾഫിൻ ബോംബുകൾ ഈ കടലിൽ ഇപ്പം നിലവിൽ ഉണ്ട് എന്നുകൂടി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചില ചിത്രങ്ങളെ ആധാരമാക്കിയിട്ടാണ് ചില റിപ്പോർട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്. ഞങ്ങൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചില ഡോൾഫിൻ്റെ മേലെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രൂപകാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. അതെന്താണെന്ന് പരിശോധിക്കുന്ന സമയത്താണ് ബോംബാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അഥവാ ഡോൾഫിൻ ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമില്ലാത്ത കപ്പലുകളോ മറ്റെന്തെങ്കിലും സംവിധാനം പോവുകയാണെങ്കിൽ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് അതിനെ ആക്രമിക്കുക, അതല്ലെങ്കിൽ സ്ഫോടനം നടത്തുന്ന രീതിയാണ് പിന്തുടരുന്നത്. അപ്പോൾ ഇതിലുള്ള വിഷയം എന്ന് പറയുന്നത്, ഡോൾഫിനെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ളൊരു മീനാണ് എന്നതിനാൽ കടലിൻ്റെ ഏത് ഭാഗത്തോടെയും സഞ്ചരിക്കും. മൈനുകൾ സ്ഥാപിക്കുക ആണെങ്കിൽ നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ മൈനുകളുണ്ടോ, അതിന് ചലനശേഷിയൊന്നും ഉണ്ടാവില്ല, പൊട്ടിത്തെറിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനുകളേക്കാണ് ഏറ്റവും കൂടുതൽ അവർക്ക് നല്ല കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഈ ഡോൾഫിൻ ബോംബുകളാണ്. അങ്ങനെ ആ സമയത്ത് ഏത് മേഖലയിലൂടെ അവർ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡോൾഫിൻ്റെ ശരീരത്തിൽ
ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ഉള്ള ഭാഗങ്ങളും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്താണോ ഇറാൻ ഉദ്ദേശിച്ച തരത്തിൽ ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. പോയി അവിടെ അറേബ്യൻ മേഖലയിൽ നങ്കൂരം വിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഈ വിമാനവാഹിനി കപ്പലിന് നേരെ എത്തുമോ എന്നാണ് ഇപ്പോൾ അവർ സംശയിക്കുന്നത്. ഹോർമുസ് മാത്രമല്ല, കടൽ മേഖല കേന്ദ്രീകരിച്ചുള്ള ഏരിയകളിലും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നവർ മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരും. തങ്ങൾക്ക് പെട്രോളിയം കിട്ടിയേ മതിയാവും. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടൊന്നും അമേരിക്ക സമ്മതിക്കില്ല. അഥവാ നിലനിൽപ്പിന് വേണ്ടി ഇറാൻ എന്ത് യുദ്ധമാണോ ചെയ്യുന്നത് അതിന് സമാനമായിരിക്കുന്ന ഒരു യുദ്ധരീതി തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ട് വേണ്ട ആവശ്യമുള്ള പെട്രോളിയം വെനിസ്വേലയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി ഇറാനിൽ നിന്ന് കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് അതിൻ്റേതായിരിക്കുന്ന ആഘാതം ഉണ്ടാവും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനും ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നത്തിലും കയറി മാന്തി ഇടപെടുന്ന പ്രവൃത്തി അതൊരിക്കലും ഉചിതമല്ല, ഒരിക്കലും ശരിയല്ല, അതൊട്ട് അംഗീകരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ 5-ലധികം കമ്പനികൾ, 15 കമ്പനികൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 5 കമ്പനികളാണ്. 5 കമ്പനികൾക്ക് ഈ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയോട് ചൈന പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കൊണ്ടുവന്നുള്ളൂ, അഥവാ സൈനികപരമായിരിക്കുന്ന സംരക്ഷണം നൽകുമെന്ന് പറയാതെ പറയുന്നുണ്ട്. ഒരു പരിധിവരെ ഇറാൻ്റെ കപ്പലുകൾ ഇപ്പോഴും ഈ അവരുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കപ്പലിലും ഉണ്ട്, എല്ലാ കടലിലുണ്ട്. അപ്പോൾ അവരുടെ അതിർത്തി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഗൾഫ് മേഖലയാണ്, അറേബ്യൻ കടലാണ്. അറേബ്യൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചൈനയുടെ യുദ്ധക്കപ്പൽ അവർക്കും സുരക്ഷ നൽകുകയാണെങ്കിൽ അപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു. അതായത് ഹോർമുസ് കഴിഞ്ഞു, അറേബ്യൻ കടൽ കഴിഞ്ഞു, പിന്നീട് അന്താരാഷ്ട്ര പാതയിലേക്ക് കയറുന്നു. അറേബ്യൻ കടലിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മേഖലയൊക്കെ അന്താരാഷ്ട്ര പാതയാണ്, അവിടെ തടയാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു വിഷയമുണ്ട്. ഇനി അതല്ലാത്ത രീതിയിൽ നോക്കുന്ന സമയത്ത് ഹോർമുസിൽ നിന്ന് പാകിസ്ഥാൻ വഴി അറേബ്യൻ കടലിൽ കയറി അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു, കരമാർഗവും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും ചൈനയെ സംബന്ധിച്ചിടത്തോളം മതിയാവില്ല. മാത്രമല്ല, നിർമ്മിക്കുന്ന പെട്രോളിയത്തിനനുസരിച്ചുള്ള വിൽപ്പനയോ അതല്ലെങ്കിൽ ഈ കയറ്റിറക്കോ നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വീർപ്പ് മുട്ടുന്നത് ഒരുപാടൊന്നും ഞങ്ങൾ സഹിക്കുകയില്ല. അതിനുള്ള ശക്തമായിരിക്കുന്ന മറുപടി ഇറാൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അമേരിക്കക്ക് ഉണ്ടാകുമെന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ 2 തരത്തിലും ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ആധിപത്യം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലത്തോളം ഉണ്ടായത്. അഥവാ ഇറാഖിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് ഇറാഖാണെങ്കിലും സിറിയ ആണെങ്കിലും ലിബിയ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും സുഡാൻ ആണെങ്കിലും ക്യൂബ ഒരു പരിധിവരെ ക്യൂബയാണെങ്കിലും വെനിസുല ഒരു പരിധിവരെ വെനിസുലയാണെങ്കിലും ഇവിടെയല്ല. വെനിസുല ആദ്യത്തെ വെനിസുല, അതായത് ഷാവേസ് ഭരണം നടത്തുന്ന സമയത്ത് ഏതാണെങ്കിലും അദ്ദേഹം മരണപ്പെട്ട അമേരിക്ക ക്യാൻസർ അണുക്കൾ കുത്തിവെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. തുടരാൻ വേണ്ടി സാധിക്കാത്തൊരു പ്രതിസന്ധി ഏതായാലും അവിടെ ഈ വെനിസുലയിൽ ഷാവേസിനുണ്ടായിട്ട് ഷാവേസിൻ്റെ ഭരണകാലത്തിന് ശേഷമാണ് ഇപ്പോൾ തട്ടിക്കൊണ്ട ഭരണാധികാരിയായിരിക്കുന്ന പ്രസിഡന്റ് പിന്നീട് അധികാരത്തിൽ വന്നു, നമുക്കറിയാം. അപ്പോൾ ഈ മേഖലയിലെല്ലാം വളരെ എളുപ്പത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അമേരിക്ക നടപ്പിലാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനാണ് തുടങ്ങുന്നത്. പെൻറ്റഗണിൽ അൽഖ്വയ്ദ ഭീകരവാദികൾ ആക്രമണം നടത്തിയതിന് ശേഷം 10 തെമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതിന് തുടർച്ചയായ രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങി ഇറാഖിൽ അങ്ങനെ പോകുന്നു. ഏതാണെങ്കിലും ഇപ്പോൾ ഇറാനിൽ തട്ടി നിൽക്കുന്നു. ബാക്കിയൊക്കെ ഏറെക്കുറെ അവർ ഉദ്ദേശിച്ച തരത്തിനും അപ്പുറം വളരെ എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വെനിസുലയിൽ ഒരു പരിധിവരെ സമാന സാഹചര്യമൊക്കെ സൃഷ്ടിച്ചിരുന്ന യുദ്ധം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. വളരെ എളുപ്പത്തിൽ അത് ഷോർട്ട് ആയിരുന്നു. അവിടുത്തെ സൈനിക കമാൻഡർമാരുടെ ചില ആളുകൾ ഒറ്റുകൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. ഏതായിരുന്നാലും ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര പന്തിയല്ല. തീർച്ചയായിട്ടും അവർ അകപ്പെടാൻ പോവുകയാണ്. ചൈന അവരുടെ കപ്പലിനെ ഹോർമുസ് കടൽ വഴി സൈനികരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് അക്കരെ കടത്തി അല്ലെങ്കിൽ അതിർത്തി കടത്തി പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഉറപ്പായിട്ടും ഇവിടെ ഒന്നുകിൽ അമേരിക്ക അവിടുന്ന് പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും നേരിട്ട് യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും എത്ര എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വിധം അമേരിക്ക കടൽ പരപ്പിൽ അപ്പാടെ മുങ്ങിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.